ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ സ്മാർട്ട് ലേണിംഗ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പോലീസ് ആക്ടാണ് ചർച്ച ചെയ്യുക. നമ്മുടെ സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്, സി പി ഒയുടെ അതുപോലെ WCPയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് ഒരു 3 മാർക്ക് ക്യാരി ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ കേരള പോലീസ് ആക്ട്. അപ്പോൾ കേരള പോലീസ് ആക്ട് നമ്മൾ പഠിക്കുന്നതോടുകൂടെ നമുക്ക് ഒരു 3-4 മാർക്ക് അവിടെ കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കേരള പോലീസ് ആക്ടിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലാണ് നമ്മളത് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അത് നിങ്ങൾ വ്യക്തമായി ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കുക. എന്നിട്ട് എക്സാം ഹാളിൽ അത് വിനിയോഗിക്കുക. നിങ്ങൾക്ക് എന്തായിട്ടും ഇതിൽ നിന്നുള്ള മാർക്ക് പോകാതെ തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ പേര് ആരോമൽ എന്നാണ്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ എന്ത് ചെയ്യട്ടെ, നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ട് നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ചാനലിൽ തുടർന്ന് വീഡിയോസ് ഉണ്ടായിരിക്കും. നമ്മുടെ സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്കിനും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന SI മെയിൻസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് തുടങ്ങിയ കാര്യങ്ങൾ, ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് തുടങ്ങിയ ക്ലാസ്സസ് ഒക്കെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും മറ്റുള്ള ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം ഇത് പ്രൊഡക്റ്റീവ് ആക്കി യൂസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പോലീസ് ആക്ട്. ഈ കേരള പോലീസ് ആക്ട് എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ പോലീസിന് വേണ്ടി മാത്രം വിഭാവന ചെയ്തിരിക്കുന്ന ഒരു നിയമം. അതാണ് കേരള പോലീസ് ആക്ട് എന്ന് പറയുക. അപ്പോൾ മുഴുവൻ പേര് അല്ലെങ്കിൽ എൻ്റെ ചുരുക്ക പേര് എന്ന് പറയുന്നത് കേരള പോലീസ് ആക്ട് 2011. നമ്മൾ ഏതൊരു നിയമം പഠിച്ചാലും ആ നിയമത്തിൻ്റെ 1ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം അല്ലെങ്കിൽ ഷോർട്ട് ടൈറ്റിൽ, അതേപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റെൻറ്റ്, ഓൾസോ കമൻസ്മെൻറ്റ്. നമ്മളുടെ കേരള പോലീസ് ആക്ടിൻ്റെ കാര്യം നോക്കുമ്പോൾ അതിൻ്റെ ചുരുക്കപ്പേര് കേരള പോലീസ് ആക്ട് എന്നാണ്. ഇനി കേരള പോലീസ് ആക്ടിൻ്റെ വ്യാപ്തി ചോദിക്കുന്ന സമയത്ത് കേരള പോലീസ് ആക്ടിൻ്റെ വ്യാപ്തി വരുന്നത് കേരളം മുഴുവനുമാണ്. കേരള പോലീസ് ആക്ട് ഗസറ്റ് വിജ്ഞാപനം ചെയ്യുന്നത് 2011 ജനുവരി 31. അപ്പോൾ നമ്മൾ സെക്ഷൻ 1 പഠിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. ചുരുക്കപ്പേരെന്ന് പറയുന്നത് കേരള പോലീസ് ആക്ട് 2011, വ്യാപ്തി കേരളം മുഴുവനുമാണ്. ഇനി കേരള പോലീസ് ആക്ടിൻ്റെ ഗസറ്റ് വിജ്ഞാപനം എന്തെന്ന് ചോദിച്ചാൽ അത് 2011 ജനുവരി 31. അപ്പോൾ കേരള പോലീസ് ആക്ടിൻ്റെ പരിധി കേരളത്തിനകത്ത് മാത്രമാണ്. കേരളത്തിനകത്ത് ജോലി ചെയ്യുന്ന കേരള പോലീസിന് വേണ്ടി ഉണ്ടാക്കിയൊരു നിയമമാണ് കേരള പോലീസ് ആക്ട് എന്നുള്ള രീതിയിൽ തന്നെ അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 എന്ന് പറയുമ്പോൾ പോലീസുകാരുടെ കർത്തവ്യങ്ങളാണ് സെക്ഷൻ 3 പറയുക. പോലീസുകാരുടെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ദി പോലീസ്. പോലീസുകാരുടെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ദി പോലീസിനെ കുറിച്ചാണ് നമ്മുടെ സെക്ഷൻ 3 പറഞ്ഞിരിക്കുക. കേരള പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ 3 വിശദമാക്കുന്നത് പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് അതിൻ്റെ കീഴിലല്ലേ കേരള പോലീസൊക്കെ വർക്ക് ചെയ്യുക. അങ്ങനെയുള്ളൊരു സേവന വിഭാഗമായിട്ടെന്ന രീതിയിൽ ഞാൻ ആ റെഡിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കുക. ക്രമസമാധാനം, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക, രാഷ്ട്ര സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം. പോലീസിന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പറയാം. അതായത് നിങ്ങൾ ഇതൊക്കെ ചെയ്യാനാണ്, നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് ഇതൊക്കെ സംരക്ഷിക്കേണ്ട നിങ്ങളുടെ ഒരു ബാധ്യതയാണ്. ആ രീതിയിലാണ്. പക്ഷേ മനസ്സിലാക്കുക, ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി നമ്മൾ സെക്ഷൻ 4 പഠിക്കുമ്പോൾ പോലീസിന്റെ ചുമതലകളെന്ന് പറയും. ചുമതല അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരാളത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ചുമതല അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരാളത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. എന്നാൽ കർത്തവ്യം എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? കർത്തവ്യം എന്ന് പറയുന്ന സമയത്ത് ആളത് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ 3 പോലീസിന്റെ കർത്തവ്യം പറയുന്നത് എന്തൊക്കെയാണ്? കർത്തവ്യം ക്രമസമാധാന പാലനം, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക, രാഷ്ട്ര സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം. അപ്പോൾ എന്തൊക്കെയാണ് കർത്തവ്യങ്ങൾ? ക്രമസമാധാന പാലനം, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക, രാഷ്ട്ര സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയാണ് പോലീസിന്റെ കർത്തവ്യമായിട്ട് വരുന്നത്. അപ്പൊ സെക്ഷൻ 1 ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. സെക്ഷൻ 3 പോലീസുകാരുടെ കർത്തവ്യങ്ങൾ. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സെറ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാടെ സെക്ഷൻ 4ലേക്ക് പോവാം. സെക്ഷൻ 4 പറയുന്നത് പോലീസിന്റെ ചുമതലകളാണ്. അപ്പൊ 3 കർത്തവ്യങ്ങൾ, 4 ചുമതലകൾ. കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ 4 പറയുന്നത് പോലീസിന്റെ ചുമതലകളെ കുറിച്ച്. നിങ്ങൾ ആലോചിക്കുക, പോലീസായിട്ട് നിങ്ങൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ ജോലിയാണ്. എന്താ? പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക. ആദ്യം പറയാം, പക്ഷഭേദം കൂടാതെ അല്ലെങ്കിൽ പാർഷ്വാലിറ്റി കാണിക്കാതെ എന്ത് ചെയ്യുക? നിയമം നടപ്പിലാക്കുക. നിങ്ങളുടെ കൂട്ടുകാരനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവാണ് നിന്നാലും നിങ്ങൾ നിയമപരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് അതേ ചെയ്യാവൂ. ഇത് മസ്റ്റാ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സെക്ഷൻ 4 പറയുന്നത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. ഇനി ബിയിലേക്ക് പോവാം. എല്ലാ ആളുകളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യ അവകാശങ്ങൾ, അന്തസ്സ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കുക. ഇത് ജസ്റ്റ് കേട്ടിരുന്നാൽ മതിയാവും. ABC എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മനസ്സിലാവും. ഓക്കെ. രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷ കാത്തു സൂക്ഷിക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങൾ, വർഗീയാക്രമം, ആഭ്യന്തര വർഗീയാക്രമണങ്ങൾ എന്നൊക്കെ പറയുന്ന വർഗീയ കലാപങ്ങൾ ഉണ്ടാവും, അതുപോലെ ആഭ്യന്തര കലാപങ്ങൾ മുതലായവയ്ക്കെതിരെ ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കുക. ഇതും പോലീസിന്റെ ജോലിയാണ്. പിന്നെന്താണ്?
പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അതായത് എന്താ പറയുക, നമ്മുടെ ഈ റോഡിലൊക്കെ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ചിലപ്പോൾ, അതൊക്കെ പൊതുസുരക്ഷയുടെ ഭാഗമായിട്ട് അതിക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ വേലി കെട്ടിത്തിരിക്കുന്ന പരിപാടികളൊക്കെ, ഇതെല്ലാം വരും അതിനകത്ത്. കാത്തു സൂക്ഷിക്കുക, പൊതു സമാധാനം നിലനിർത്തുക, ഇതെല്ലാം പോലീസിൻ്റെ ചുമതലകളാണ്. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു പ്രസ്താവന രൂപത്തിൽ കുറേ സംഭവമായിട്ട് തന്നാൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇത്. ഓക്കെ മക്കളെ, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. അതങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുക. അടുത്ത ജോലി എന്താ പറഞ്ഞേ? അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുക. എടാ, നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുത്തൊരു പോലീസ്, നമ്മൾ സഹായത്തിന് ആരെ വിളിക്കുക? പോലീസിനെ വിളിക്കുന്നത്. അടുത്ത് റോഡ്, റെയിൽവേ, പാലങ്ങൾ, മർമ്മപ്രധാനമായ പ്രതിഷ്ഠാപനങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കുക. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ റോഡിൽ പേരെഴുതി വെക്കുക, അല്ലെങ്കിൽ റോഡിൽ ഇപ്പോൾ പാർട്ടിയുടെയൊക്കെ പേരെഴുതുന്ന കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇല്ലാതെ കാര്യം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കേസ് എടുക്കും. ഇനി നിങ്ങൾ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ചെന്നിരുന്ന് മദ്യപിക്കുമെന്ന് വിചാരിക്കുക, പോലീസ് നിങ്ങൾ പിടിച്ചുകൊണ്ട് പോകും അല്ലേ? അടുത്ത പാലങ്ങൾ, ഒരു പാലത്തിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ മദ്യപിച്ചാലും ഇത് തന്നെ സംഭവിക്കും. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് അതിക്രമിച്ച് കയറി, അല്ലെങ്കിൽ രാത്രി കാലത്ത് ഒരു സ്ഥാപനത്തെ അതിക്രമിച്ച്, ഈ സംഭവങ്ങളെല്ലാം എന്താ, പോലീസ് വന്നാൽ നിങ്ങളെ നടപടി എടുക്കുന്നുള്ള കാര്യം ആലോചിക്കുക. സംരക്ഷിക്കേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്. ഇനി നിയമപരമായ അധികാരങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട്, അതായത് പോലീസുകാർക്ക് ലഭിക്കുന്ന നിയമപരമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ കുറ്റകൃത്യങ്ങൾ തടയുകയും കുറ്റം കുറച്ചു കൊണ്ടുവരികയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിയമപരമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുറ്റകൃത്യങ്ങളെ പരമാവധി തടയുകയും അതേപോലെ കുറച്ചുകൊണ്ടുവരികയും ചെയ്യാം. ഇനി അതിനുശേഷവും കുറ്റം ചെയ്ത എന്തിയുടെ, കുറ്റം ചെയ്യുന്ന ആൾക്കാരെ, കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിയമാനുസരണം അന്വേഷണം നടത്തി ഈ കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക. അപ്പോൾ വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, അവനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക. അതാണ് പറയുക. ഇനി അടുത്ത് ശ്രദ്ധിച്ചോ, സെക്ഷൻ 4 ഒന്ന് ശ്രദ്ധിച്ചോണം. എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യാം. നമ്മളിത് വലിയൊരു സെക്ഷനായിട്ട് പിന്നീട് പഠിക്കും. ഓക്കെ, സെക്ഷൻ 61 പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ഇത് പഠിക്കും. അപ്പോൾ എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യാം. അപ്പോൾ സെക്ഷൻ 4 പോലീസിൻ്റെ ചുമതലകൾ അതിലായി പ്രകാരം എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യാം. ഇനി ജയിലിലേക്ക് പോകുമ്പോൾ കുറ്റകൃത്യങ്ങളായി പരിണമിച്ചേക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കുവാനും പരിഹരിക്കുവാനും ശ്രമിക്കുക. എടാ, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് റോഡിൽ കൂട്ടം കൂടി നിൽക്കാമെന്ന് വിചാരിക്കുക. ഒരു രാത്രി വൈകുന്നേരമാണ്. അപ്പോൾ നിങ്ങൾ നിപ്പ് കണ്ടിട്ട് പോലീസുകാർക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. നേരെ നിങ്ങളുടെ അടുത്തുകൊണ്ട് ജീപ്പ് കൊണ്ട് ചവിട്ടിയിട്ട് എന്താ പറയുക, എടാ എല്ലാവരും വീട്ടിൽ പോടാന്ന് പറഞ്ഞൊക്കെ എത്തില്ലേ, ആ ഒരു സംഭവം. അതിപ്പോൾ നിങ്ങൾ കുറ്റകൃത്യം ചെയ്യാൻ നിൽക്കണം എന്നല്ല, ഒരു പക്ഷേ അവിടെ കൂടി നിന്ന് എന്തെങ്കിലും രീതിയിൽ സംസാരം ഉണ്ടായി ഒരു തർക്കം ഉണ്ടായേക്കാം, ആ ഒരു സംഭവം. ഇനി രണ്ടുപേര് തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോഴേ ആദ്യമേ പോലീസ് വന്ന് എന്ത് ചെയ്തില്ല, അറസ്റ്റ് ചെയ്തില്ല, ചിലപ്പോൾ അടിച്ചോടി ആ വീട്ടിൽ പോടാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിടൂല്ലേ, ആ ഒരു സംഭവം. ഇനി പ്രകൃതിദത്തമോ അല്ലാത്തതോ ആയിട്ടുള്ള ദുരന്തമോ അത്യാഹിതമോ അപകടമോ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടുകയും ക്ലേശം അഥവാ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ഉചിതമായ എല്ലാ സഹായവും നൽകുകയും ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത്, ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് നമ്മൾ ആരെ വിളിക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്? പോലീസിനല്ലേ നമ്മൾ ആദ്യം വിളിക്കുക. ഇപ്പം നമ്മൾ പലരും പറയില്ല ഫയർഫോഴ്സിനല്ലേ വിളിക്കുക. ശരിയാണ്, പക്ഷേ പോലീസുകാരവിടെ ഉണ്ടാവും. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പോലീസ് വന്നതിന് ശേഷമായിരിക്കും അവിടുന്ന് വണ്ടി മാറ്റുന്നത്, ട്രാഫിക് ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ പോലീസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. അതുകൊണ്ട് നമ്മുടെ സ്മൈൽ എന്ന് പറഞ്ഞ പദ്ധതിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് മറ്റു ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി ജനങ്ങൾക്കിടയിൽ പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക. ഡ്യൂട്ടിയിലുള്ള ഓരോ പോലീസുകാരൻ്റെയും ചുമതലയാണ് ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക. എടോ, നമ്മളിപ്പോൾ ഒരു തെരുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുക, റോഡിൽ ഒറ്റപ്പെട്ട് നിൽക്കുക, തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ച് അകലെ മാറിയായിട്ട് ഒരു പോലീസ് യൂണിഫോമിൽ ഒരാൾ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സമാധാനമുണ്ട്. ഓക്കെ, ആ ഒരു സംഭവം പറഞ്ഞത്. ദെൻ പൊതുസ്ഥലങ്ങളിലോ തെരുവിലോ നിസ്സഹായരോ നിരാലംബരോ ആയി കാണപ്പെടുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളുടെയോ കുട്ടികളുടെയോ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെയോ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അതാണ് കഴിവുകളിൽ വ്യത്യസ്തരായവരെന്ന് പറയാം, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. അതായത് ഒരു അസമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക, തെരുവിൽ നിസ്സഹായരായിട്ട് ഒരു സ്ത്രീയോ കുട്ടിയോ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പോലീസുകാർ അവർക്കൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ഇനി തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യങ്ങൾ പാലിക്കുക. അതായത് നിലവിലുള്ള ഏതെങ്കിലും ഒരു നിയമത്താൽ, ഇപ്പോൾ പോലീസിന് ഇപ്പോൾ എന്താ പറയുക പുതിയതായിട്ട് ഇപ്പോൾ എന്താ പറയുക, കൊറോണ സമയത്തൊക്കെ ക്വാറന്റൈൻ്റെ റൂൾസും നിയമങ്ങളൊക്കെ അപ്പോഴും പുതിയതായിട്ട് വന്നതാണ്.
അപ്പോൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, അത് ഉറപ്പുവരുത്തുക. ഇനി സർക്കാർ കാലാകാലങ്ങളിൽ നിയമാനുസൃതം ഏൽപ്പിച്ചു കൊടുക്കുന്ന മറ്റു ചുമതല നിർവഹിക്കുക. അതായത് നിങ്ങളിപ്പോൾ പറയും ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തൊരു സിനിമാ നടി വരുന്ന സമയത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന്. പക്ഷേ സർക്കാർ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ ഏൽപ്പിച്ചൊരു ജോലിയാണത്. അത് നിയമപരമായിട്ട് അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങളത് ഏൽപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ അതോടെ പോയത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ സിനിമാ നടിക്ക് സംരക്ഷണം കൊടുക്കാനല്ല ഞാൻ പോലീസായതെന്ന് പറഞ്ഞിട്ട് അവിടെ കാര്യമുണ്ടോ? ഇല്ല, ആ ഒരു സംഭവം ഇവിടെ വരുന്നേയില്ല. കാര്യം എന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ നിയമപരമായിട്ട് സർക്കാർ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലിയൊക്കെ ചെയ്യാൻ ആരാ? പോലീസ് ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. പൈലറ്റ് പോകുന്ന കാര്യങ്ങൾ ബാധ്യസ്ഥരാണ് പോലീസ് ചെയ്യാനായിട്ടൊക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ പോലീസിൻ്റെ ചുമതലകളാണ് സെക്ഷൻ 4 പറയുന്നത്. ഇനിയും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 നമ്മൾ പഠിച്ചത് ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. ദെൻ അതേപോലെ സെക്ഷൻ 3 വന്നപ്പോൾ പോലീസിൻ്റെ പൊതുവായ കർത്തവ്യങ്ങൾ. സെക്ഷൻ 4 പോലീസിൻ്റെ ചുമതല. ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് കിട്ടും. ഇനി ഈ സെക്ഷൻ 3-4 തവണ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചോളുക. സെക്ഷൻ 7 കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള പൊതുജനങ്ങളുടെ അവകാശം. അതായത് കേരള സംസ്ഥാനത്തിനുള്ളിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിർത്തിയുള്ളൊരു പ്രദേശത്ത് എവിടെയും ഏതൊരു പൊതുജനത്തിനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് അവകാശമുണ്ട്. കാര്യം മനസ്സിലാക്കുക. അതിപ്പോൾ കേരളീയനായ ഒരു വ്യക്തിയാവാം, കേരളത്തിന് പുറത്തുള്ള ഒരാളാവാം. അയാൾക്ക് ആ ഒരു പോലീസ് സേവനത്തിനുള്ള കാര്യക്ഷമമായ ഒരു അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമായൊരു സേവനം ലഭിക്കാനുള്ള അർഹത അവർക്കുണ്ട്. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ എൻ്റെ സ്ഥലം കോട്ടയമാണെന്ന് വിചാരിക്കാം. ഞാൻ കോഴിക്കോട് വെച്ചിട്ട് എൻ്റെ പേഴ്സ് കളഞ്ഞു പോയി. അപ്പോൾ എനിക്കൊരു കേസ് കൊടുക്കണമെങ്കിൽ ഞാനവിടെ സഹായത്തിന് ചോദിക്കുന്ന അവിടെ ഞാൻ കോട്ടയത്ത് പോയി പരാതി കൊടുക്കുമോ? ഇല്ല. കാര്യം എൻ്റെ ഈ ഒരു സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് സേവനം ലഭിക്കാൻ എനിക്ക് കാര്യക്ഷമമായിട്ടുള്ള ആ ഒരു സേവനം എനിക്ക് ലഭിക്കണം, അവകാശമുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ സെക്ഷൻ 7 കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള പൊതുജനങ്ങളുടെ അവകാശമാണ് സെക്ഷൻ 7 പറയാം. ഇനി നമ്മളെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് സെക്ഷൻ 8. ഒരു പോലീസ് സ്റ്റേഷനുള്ളിൽ പൊതുജനങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ ലഭിക്കും? സെക്ഷൻ 8 പോലീസ് സ്റ്റേഷനുള്ളിൽ പൊതുജനങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ ലഭിക്കുമെന്നാണ് പറയാം. ഓക്കെ, എന്തൊക്കെ അവകാശങ്ങൾ നമുക്ക് ആദ്യം 7 പറഞ്ഞത് പോലീസ് അവകാശം അല്ലെങ്കിൽ പോലീസിൻ്റെ സേവനം എല്ലാവർക്കും ലഭിക്കാനുള്ള അർഹത ഉണ്ടെന്ന രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ 8 പറഞ്ഞത് നമ്മൾ എവിടെ ചെല്ലുമ്പോഴാണ്? പോലീസ് സ്റ്റേഷനുള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെ അവകാശം ലഭിക്കാം? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 8-1 പ്രകാരം ഇതിൻ്റെ സബ്സെക്ഷൻസ് ചോദിക്കാറുണ്ട് മക്കളെ, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് പഠിക്കാം. 8-1 പ്രകാരം എല്ലാ ആളുകൾക്കും ന്യായമായ പ്രായോഗികതയ്ക്ക് വിധേയമായി, അതൊന്നും നിങ്ങൾ നോക്കണ്ട, മര്യാദയ്ക്ക് സ്റ്റേഷനിൽ പോകാം. അതായത് ഏതൊരാൾക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സമരം ചെയ്യാനോ പിക്കറ്റ് ചെയ്യാനോ അല്ലല്ലോ, പോലീസ് സേവനം ലഭിക്കുന്നതിന് ഏത് സമയത്തും എല്ലാ പൗരന്മാർക്കും പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാനും സ്വീകരിക്കപ്പെടുവാനും അവകാശമുണ്ട്. അതായത് അങ്ങോട്ട് കയറുകയും ചെയ്യാം, തിരിച്ച് നിങ്ങളോട് ഇങ്ങോട്ട് കയറി വരല്ലെന്നാരും പറയില്ല. ഇതാണ് 2 സാധനം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ആദ്യമായിട്ട് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് ആഡ് ചെയ്ത സമയത്തൊന്നൊരു ചോദ്യമുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തന സമയം ഏത് സമയത്തുമാണ്? 24 hours ഓർക്കുക. അപ്പോൾ 8-1 എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം? ഏത് സമയത്തും പോലീസ് സ്റ്റേഷനുള്ളിൽ പ്രവേശിക്കാം. സെക്ഷൻ 8-1. ഇനി 8-2 പോകുമ്പോൾ പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണുവാനും കാര്യങ്ങൾ അറിയിക്കാനുള്ള അവകാശമുണ്ട്. അതായത് നമ്മൾ ആരായിരുന്നാലും സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ പരാതി പറയാൻ നമുക്ക് സ്റ്റേഷൻ്റെ ചുമതല SIO അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ അയാളെ കാണാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ അവിടെ ന്യായമായൊരു നിയന്ത്രണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് CI അല്ലെങ്കിൽ SI സ്റ്റേഷനിൽ ഇല്ല എങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും, മറ്റൊരു മീറ്റിങ്ങിലാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു സംഭവം പറഞ്ഞത് ന്യായമായ നിയന്ത്രണങ്ങൾ ഉണ്ട്, ഇതാർക്കും നിഷേധിക്കാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ 8 സ്റ്റേഷനുള്ളിൽ ലഭിക്കുന്ന അവകാശം. 8-1 ഏത് സമയത്തും കയറിപ്പോവാം. 8-2 ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് നമുക്ക് ആരെ കാണാടാ? SIനെ കാണാം. 8-3 പോകുമ്പോഴേ ഇപ്പോൾ സ്ത്രീകളാണ് പരാതിക്കാരെങ്കിൽ അവർക്ക് വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടുകൂടെ പരാതി പറയാം. അതായത് ഇപ്പോൾ അത് സ്ത്രീകൾ വനിതാ പോലീസിന് മുമ്പിൽ മാത്രമേ പരാതി പറയാവൂ എന്നല്ല ആ സെക്ഷൻ പറയുന്നത്. അതായത് സെക്ഷൻ 8-3 ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു സ്ത്രീ പരാതി കൊടുക്കുക, സ്റ്റേഷനിൽ വന്നു, അവർക്ക് ഗാർഹിക പീഡനമാണ് അല്ലെങ്കിൽ ലൈംഗിക പീഡനം നേരിട്ടു, അതാണ് പരാതി പറയേണ്ടതെന്ന് വിചാരിച്ചു. അവിടെ ഇരിക്കുന്ന പുരുഷ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അവർക്ക് പറയാൻ ഒരു ജാള്യതയുണ്ട്, അല്ലെങ്കിൽ അവർക്കത് പറയാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ പറയണമെന്നില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്കൊരു വനിതാ പോലീസിൻ്റെ സഹായം തേടാം. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ 8-3 സ്ത്രീകളാണ് പരാതിക്കാരെങ്കിൽ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാതെ സ്വകാര്യതയോടുകൂടെ പരാതി നൽകാനുള്ള സൗകര്യങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 8-4 പോകുമ്പോൾ നമ്മൾ സ്റ്റേഷനിൽ പോയൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ
ആ പരാതിയുടെ റെസിപ്റ്റ് നമുക്ക് ലഭിക്കണം. അപ്പോൾ 8-4 ഇത്രയേ ഉള്ളൂ. പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും അയാൾ നൽകിയ പരാതിയെ സംബന്ധിച്ചുള്ള കൈപ്പറ്റി രസീത് ലഭിക്കുവാനും അതുപോലെ പോലീസ് നടപടിയുടെയോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെയോ അവസ്ഥ അറിയുവാനുമുള്ള അവകാശം ഉണ്ടായിരിക്കും. അപ്പോൾ പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും കൊടുത്ത പരാതിൻ്റെ കൈപ്പറ്റി രസീത് ലഭിക്കുവാനും പരാതിയുടെ സ്റ്റാറ്റസ്. 8-4 ഇത്രയേ ഉള്ളൂ. 2 വാക്ക് പഠിക്കുക: രസീത്, സ്റ്റാറ്റസ്. അതായത് നമ്മൾ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു, 8-4 പ്രകാരം കംപ്ലയിൻറ്റ് കൊടുത്താൽ കംപ്ലയിൻറ്റ് റെസിപ്റ്റ്, ഇപ്പോൾ അത് ഓൺലൈനായിട്ട് റെസിപ്റ്റ് കിട്ടും. ദെൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടങ്ങ് പോയാൽ മതിയോ? സ്റ്റേഷനിൽ ചെന്നിട്ട് ആ പരാതി എന്തായി എന്ന് നമ്മൾ ചോദിക്കണ്ടേ? അല്ലെങ്കിൽ നമുക്കത് അറിയണം. ഇപ്പം എൻ്റെ പേഴ്സ് കളഞ്ഞു പോയതാ പരാതി, പേഴ്സ് കിട്ടിയോ എന്ന് അന്വേഷിക്കണ്ടേ? അതിനുള്ള അവകാശമുണ്ട്. 8-4 ക്ലിയറായി. 8-1 എപ്പോൾ വേണോ പ്രവേശിക്കാം. 8-2 നിബന്ധനകൾക്ക് വിധേയമായിട്ട് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണാം. ഇതിന് 8-3 സ്ത്രീകളാണ് പരാതിക്കാരെങ്കിൽ നമ്മുടെ സ്വകാര്യതയോടുകൂടെ വനിതാ പോലീസിന് മുമ്പിൽ പരാതി കൊടുക്കാം, നിർബന്ധമല്ല. 8-4 നമ്മൾ കൊടുക്കുന്ന പരാതിക്ക് റെസിപ്റ്റും ലഭിക്കണം, അന്വേഷണ പുരോഗതി അറിയണം. ഇനി 8-5 എന്താ പറഞ്ഞെന്നറിയോ? പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും അയാൾ വാക്കാലോ രേഖാമൂലമോ നൽകിയ ഏതൊരു പരാതിയുടെയും ചുരുക്കം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്ററിൽ തത്സമയം രേഖപ്പെടുത്തണം. അപ്പോൾ പൊതുജനങ്ങളിൽ ഏതൊരാളും അയാൾ വാക്കാലോ രേഖാമൂലമോ നൽകിയ ഏതൊരു പരാതിയുടെയും ചുരുക്കം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചു വരുന്ന രജിസ്റ്ററിൽ തത്സമയം രേഖപ്പെടുത്തണം. അപ്പോൾ 8-5 രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. 8-6 പോകുമ്പോൾ ഏതൊരു പൗരനും ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന്, ഏതെങ്കിലും ഒരു വ്യക്തി കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള അവകാശം. അതായത് ഇപ്പോൾ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് സ്റ്റേഷനിൽ പോയി ചോദിക്കാം, ഞാൻ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ഇല്ലയോ എന്ന് അറിയാനുള്ളൊരു അവകാശമുണ്ട്. അപ്പോൾ 8-1 ഏത് സമയത്തും പ്രവേശിക്കാം. 8-2 ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് SIനെ കാണാം. 8 അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ കാണാം. 8-3 സ്ത്രീകളാണ് പരാതിക്കാരെങ്കിൽ സ്വകാര്യതയോടുകൂടെ വനിതാ പോലീസിന് പോയി പരാതി കൊടുക്കാം. 8-4 കൊടുത്ത പരാതിക്ക് റെസിപ്റ്റ്, അന്വേഷണ പുരോഗതി. 8-5 രജിസ്റ്ററിൽ എഴുതി വെക്കണം. 8-6 ഏതെങ്കിലും ഒരു വ്യക്തി കസ്റ്റഡിയിലുണ്ടോ എന്നറിയാനുള്ള അവകാശം. അപ്പോൾ നമ്മളിപ്പോൾ 1, 3, 4, 7, 8 എന്നിങ്ങനെ 5 സെക്ഷൻസ് നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇതിനകത്ത് നിന്ന് 1 മാർക്ക് ചോദിക്കാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ പോവാൻ നമ്മൾ പോകുന്നു. കേരള പോലീസ് സെക്ഷൻ 14. പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള പോലീസ് അല്ലെങ്കിൽ കേരള പോലീസ് അല്ലെങ്കിൽ സെക്ഷൻ 14 ആണ്. അപ്പോൾ കേരള പോലീസിനെ പറ്റി വിശദമാക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 14 ആണ്. സെക്ഷൻ 14 1 പ്രകാരം കേരള സംസ്ഥാനത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ടായിരിക്കുന്നതും അതിന് കാലാകാലങ്ങളിൽ ഭൂമിശാസ്ത്രപരമായിട്ടോ പ്രവർത്തനക്ഷമതാപരമായ ഏതെങ്കിലും സൗകര്യത്തിൻ്റെയോ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. ഇത്രയും മനസ്സിലാക്കുക. സെക്ഷൻ 14 1 പ്രകാരമാണ് കേരള പോലീസ് എന്ന സംഭവം വിശദമാക്കുന്നത്. അപ്പോൾ കേരള പോലീസ് എന്ന് വിശദമാക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 14 1 കേരള പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ 14 1 പ്രകാരമാണ് കേരളത്തിനൊരു ഏകീകൃത പോലീസ് സേനയുണ്ട്. അതിൻ്റെ പേര് കേരള പോലീസ് ആണെന്ന് വിശദമാക്കുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 14. ഓക്കെ, ക്ലിയർ ആക്കുക. 14 1. ഇനി നമ്മുടെ പോലീസിങ്ങിനകത്ത് അല്ലെങ്കിൽ പോലീസിനകത്ത് ഒരു ഘടനയുണ്ട്, ഒരു ഹെറാർക്കി ഉണ്ട് അല്ലേ, പൊസിഷൻ അനുസരിച്ച്. അതിനെ വിശദമാക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് 14 2. അപ്പോൾ സെക്ഷൻ 14 2 കേരള പോലീസിൻ്റെ ഘടനയെ പറ്റി പറയാം. അപ്പോൾ കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. അപ്പോൾ കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്, DGP ആൻഡ് SPC. അതിനെക്കാട്ടിയും ഉയർന്ന ഒരു പദവിയില്ല. സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന വിവിധ പദവികളിലുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താവുന്നതും ആ പദവികൾ ആരോഹണ ക്രമത്തിൽ നമ്മൾ താഴെ ഇപ്പോൾ പറയും. ആരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ഓരോ ഉദ്യോഗസ്ഥരിൽ നിന്ന് അടുത്ത് പോകുന്തോറും ആ പവർ കൂടി വരുന്ന രീതിയിൽ പറയും. നമുക്ക് നോക്കാം. ഏറ്റവും താഴെ പോലീസ് കോൺസ്റ്റബിൾ, അത് കഴിഞ്ഞ് പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ, ദെൻ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെങ്കിൽ ASI, ദെൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SI, ദെൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് CI അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോസ്റ്റ്, ദെൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, ദെൻ സൂപ്രണ്ട് ഓഫ് പോലീസ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, DGP ആൻഡ് SPC ലാസ്റ്റ് വൺ. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, ASI, SI, CI, DYSP, SP, DIG, IG,
ADGP, DGP, DGP ആൻഡ് SPC. ഇതാണ് ക്രോണോളജി അല്ലെങ്കിൽ ആ ഒരു ഓർഡർ എന്ന് പറയുക. പക്ഷേ ഇതിൽ പല പദവികളും ഇപ്പോഴില്ല, അല്ലെങ്കിൽ മറ്റു വേറെ പല പദവികൾ നിങ്ങൾ പകരം കേട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മീഷണർ ഓഫ് പോലീസ് ഇതിലെങ്ങും പറഞ്ഞിട്ടില്ല. ആ ജിക്ക് ഇക്വലൻ്റ് ആയിട്ടാണ് വരുന്നത്. അതിനെ പറ്റിയാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 14(3) പ്രകാരം പൊതുവായതോ പ്രത്യേകമായതോ ആയ ഉത്തരവുകളിലൂടെ കേരള പോലീസിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലോ നിലവിലുള്ള ഏതൊരു പോലീസ് പദവിയെയും വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും പദപ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് തുല്യമെന്ന് കരുതപ്പെടാം. അതായത് വേറൊന്നുമല്ല സംഭവം, മറ്റൊരു സംസ്ഥാനത്തോ കേന്ദ്ര പോലീസിലോ അല്ലെങ്കിൽ കേരള പോലീസിലോ തന്നെ വേറൊരു പദവിയുണ്ട്. അതായത് ഇപ്പോൾ കമ്മീഷണർ ഓഫ് പോലീസ് ഈസ് ഈക്വൽ ടു സൂപ്രണ്ട്, ഈക്വലാണ്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ സംഭവം, ഈക്വലായിട്ട് കാണും. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴേ പോലീസ് കോൺസ്റ്റബിൾ ഇല്ല, പകരം സിവിൽ പോലീസ് ഓഫീസർ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു നിയമത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു, അത് ഫ്ലെക്സിബിൾ അല്ല, അല്ലെങ്കിൽ അത് മാറ്റാൻ പറ്റില്ല എങ്കിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് പുതിയ പേര് കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ ഇവിടെ പോലീസ് വരുന്നത് ഏത് വകുപ്പിന് കീഴിലെന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ്. സംസ്ഥാന നിയമസഭയ്ക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ തന്നെ എന്ത് ചെയ്യാം, നിലവിൽ നിലവിൽ തന്നെ പുതിയൊരു പദവി സൃഷ്ടിക്കുന്നതിനോ അല്ലെങ്കിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒരു സംഭവത്തിന് പുതിയൊരു പേര് കൊടുക്കുന്നതിനോ ഉള്ള സർക്കാരിൻ്റെ അധികാരത്തെ ബാധിക്കുന്നേ ഇല്ല. അപ്പോൾ സെക്ഷൻ 14(4) പ്രകാരം രണ്ടാം ഉപവകുപ്പിൽ നമ്മൾ കുറേ പേര് പറഞ്ഞെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു പേരിന് സ്റ്റേറ്റിന് വേണമെങ്കിൽ വേണ്ട, നാളെ തൊട്ട് ഈ പദവി വേണ്ടെന്ന് വെച്ചാൽ എടുത്ത് മാറ്റാം. ഇനി പുതിയ പേര് കൊടുക്കാമെങ്കിൽ കൊടുക്കാം. പോലീസ് കോൺസ്റ്റബിളിന് പകരം സിവിൽ പോലീസ് ഓഫീസർ, ഹെഡ് കോൺസ്റ്റബിളിന് പകരം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, ഇങ്ങനെയുള്ള പേരുകളോ പദവികളോ കൊടുക്കുകയും പറ്റാം, മാറ്റാം. അല്ലെങ്കിൽ പുതിയ പദവി കൊണ്ടുതരാം, ഉള്ള പദവി എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ പദവിക്ക് പുതിയ പേര് കൊടുക്കാം. അപ്പോൾ സെക്ഷൻ 14 ഇത്രയേ ഉള്ളൂ, കേരള പോലീസ്. 14(1) പ്രകാരം കേരളത്തിനൊരു പോലീസ് സേനയുണ്ട്. 14(2) പ്രകാരം മേധാവി സ്റ്റേറ്റ് പോലീസ് ചീഫ് ആൻഡ് ഡയറക്ടർ ജനറൽ, അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. ദെൻ അതിൻ്റെ ഒരു ഓർഡർ നമ്മൾ പറഞ്ഞു. 14(3) പ്രകാരം വേറെ എവിടെയെങ്കിലും ഇതിന് തുല്യമായ പദവി ഉണ്ടെങ്കിൽ അതും ഇത് ഈക്വലായിട്ട് കാണും. 14(4) സ്റ്റേറ്റിന് എപ്പോൾ വേണോ പുതിയ പദവി കൊണ്ടുവരാം, ഉള്ള പദവിൻ്റെ പേര് മാറ്റാം, അല്ലെങ്കിൽ ഒരു പദവി എടുത്ത് കളയാം. ഇതെല്ലാം സ്റ്റേറ്റിന് അധികാരമുണ്ട്. ഇത്രയാണ് 14 പറയാം. ഇനി ഒരു സെക്ഷൻ കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിൻ്റെ ബാലൻസ് നമുക്ക് ബാക്കി വരുന്ന ക്ലാസ് ഉടനെ തന്നെ നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ലാസ്റ്റ് പഠിക്കുന്ന സെക്ഷൻ പ്രത്യേക വിങ്, യൂണിറ്റ്, ബ്രാഞ്ച്, സ്ക്വാഡ്. നമ്മുടെ സ്റ്റേറ്റിന് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പോൾ എന്താ പറയുക, ട്രാഫിക് പോലീസുണ്ട്, ക്രൈം ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഫോറൻസിക് യൂണിറ്റ് ഉണ്ട്, ബോംബ് സ്ക്വാഡ് ഉണ്ട്, ഡോഗ് സ്ക്വാഡ് ഉണ്ട്, ഇങ്ങനെ കുറേ ഉണ്ടല്ലേ. ഇപ്പോൾ സംഭവം സെക്ഷൻ 21 കേരള പോലീസ് ആൻഡ് സെക്ഷൻ 21 പ്രകാരം സർക്കാരിന് ഉത്തരവുകൾ വഴി എന്ത് ചെയ്യാടെ ഒരു ചുമതല നിർവഹിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവിയെയോ അല്ലെങ്കിൽ പൊതുവായി പോലീസിനെയോ കർത്തവ്യങ്ങളിലോ ചുമതലകളിലോ സഹായിക്കുന്നതിന് എന്ത് ചെയ്യാം, പല രീതിയിലുള്ള വിങ്ങുകളായിട്ടോ യൂണിറ്റുകളായിട്ടോ ബ്രാഞ്ചുകളായിട്ടോ സ്ക്വാഡുകളായിട്ടോ രൂപീകരിക്കാം. അപ്പോൾ ഇവരെ ഡിവൈഡ് ചെയ്തിപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് സെക്ഷൻ 21. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ വിങ്ങായിട്ട് രൂപീകരിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ നേരത്തെ 14 പഠിച്ചൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഹൈറാർക്കി ഉണ്ടായിരുന്നില്ലേ, അതേപോലെ അതിൽ ഉദ്യോഗസ്ഥങ്ങൾ. ഇപ്പോൾ ക്രൈം ബ്രാഞ്ചിൽ SI കാണും, ക്രൈം ബ്രാഞ്ചിൽ DOSP കാണും, ക്രൈം ബ്രാഞ്ചിൽ സൂപ്രണ്ട് കാണും, അവിടെ ഒരു ഓർഡർ കാണും. ആ ഒരു സംഭവം അവിടെ കാണും. ഇനി പ്രത്യേക വിങ്ങോ യൂണിറ്റോ ബ്രാഞ്ചോ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ മതിയോ? അവർക്ക് ട്രെയിനിങ് കൊടുക്കണ്ടേ? അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അവർക്ക് പരിശീലനങ്ങൾ നൽകണം. അതേപോലെ അവർക്ക് പ്രത്യേക അലവൻസ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അവരുടെ ലീവ് ചിലപ്പോൾ മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെ കാര്യങ്ങൾക്കാണ് ബ്രാഞ്ച് ഇങ്ങനെ തിരിക്കുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് നോട്ടിച്ച് വായിച്ചു പോവാം, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. സർക്കാർ എന്തിനൊക്കെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യ വാർത്തകൾ ശേഖരിക്കുക, അതുപോലെ തന്നെ മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ സുരക്ഷ നൽകുക. ദെൻ കുറ്റകൃത്യങ്ങൾ, സങ്കീർണമോ നീചമോ പ്രമാദമോ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം, ട്രാഫിക് നിയന്ത്രണം, തീരദേശം, പുഴ, അതുപോലെ കായൽ പ്രദേശങ്ങൾ, നീർത്തടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അത്, പിന്നെ അതുപോലെ വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടനങ്ങളുടെയും സംരക്ഷണം. അപ്പോൾ നീർത്തടങ്ങളുടെയും പുഴയുടെ ഒക്കെ സംരക്ഷണം, വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും സംരക്ഷണം. അപ്പോൾ ശബരിമലയിലൊക്കെ പോകുമ്പോൾ പോലീസുകാരെ കാണാറില്ലേ, അത് പ്രത്യേക വിങ്ങായിട്ട് പോകുന്നതല്ല. ടെമ്പിൾ സെക്യൂരിറ്റി ഫോഴ്സിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ, ടെമ്പിൾ സെക്യൂരിറ്റി ഫോഴ്സ്, അതൊക്കെയാണ്. ദെൻ റെയിൽവേയിലുള്ള പോലീസിൻ്റെ സേവനം. ദെൻ അതേപോലെ കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും സംബന്ധിച്ച വിവരവും രഹസ്യ വാർത്തകളും ശേഖരിക്കുക, പരിശോധിക്കുക. പിന്നെ മിസ്സിംഗ് പേഴ്സൺസിൻ്റെ പ്രവർത്തനം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജുവനൈൽ പോലീസ് യൂണിറ്റ്. ദെൻ സൈബർ, കമ്പ്യൂട്ടറും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവം സൈബർ പോലീസ് യൂണിറ്റ്. പിന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ, പോലീസ് ടെലി കമ്മ്യൂണിക്കേഷൻ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷനിലൊക്കെ വിളിക്കും, നിങ്ങൾ കണ്ടുണ്ടാവും. പിന്നെ വിരലടയാളം ഫോട്ടോഗ്രാഫി, ഫോറൻസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ
റിസർവ് സേന, അതായത് ഇപ്പം എന്തെങ്കിലും നമ്മളെ ക്യാമ്പിലുള്ള പോലീസ് റിസർവ് സേന, നിങ്ങൾ ആദ്യം പോകുക റിസർവ് സേനയിലോട്ടായിരിക്കും, പിന്നെ അവിടെ നിന്നായിരിക്കും സ്റ്റേഷനിലോട്ടൊക്കെ അലൗട്ട് ചെയ്ത് പോകുന്നത്. ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അടിയന്തര സാഹചര്യങ്ങൾക്ക് സംഖ്യാബലത്തിന് വേണ്ടിയിട്ടൊക്കെ ആകുമ്പോൾ നല്ല പരിശീലനം ലഭിച്ച എന്താ പറയുക റിസർവ് സേന, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കണ്ടേ. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് സ്പെഷ്യൽ റെസ്പോൺസ് യൂണിറ്റ്, ഇപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള സംഭവമില്ലേ SDRF, അതൊക്കെ വരും. തദ്ദേശീയമായിട്ടോ പ്രത്യേകമായിട്ടോ ഏതെങ്കിലും നിയമം നടപ്പിലാക്കാൻ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നത്. പിന്നെ സൈബർ പോലീസിങ്. എടാ ഇത് സംഭവം ഇത്ര ഇങ്ങനെ കുറേ വിങ്ങുകൾ കുറേ കാര്യങ്ങൾക്ക് രൂപീകരിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അലവൻസ് കൊടുക്കാം, ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഓക്കെ ഫോറൻസിക്, പിന്നെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ, പോലീസിനകത്തുള്ള LD ഉണ്ട്, അതൊക്കെയാണ്. വിവിധ തരത്തിലുള്ള ഓഫീസുകളുടെയും പോലീസ് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിൽ സഹായിക്കുന്നതിന് അവശ്യ ജോലി, വൃത്തിയാക്കൽ, വെടിപ്പാക്കൽ, പാചകം, കുക്കുണ്ട്, പിന്നെ ഡോബി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരും. ഈ ഒരു സംഭവം വരുന്നത്. ഇവർക്ക് എന്ത് ചെയ്യുക തൊഴിൽപരമായിട്ടുള്ള പരിശീലന ക്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം. പിന്നെ പോലീസിലെ റിസർച്ചിലും വരും കേട്ടോ. റിസർച്ച് ഉണ്ട്, പോലീസിൻ്റെ റിസർച്ച് ഉണ്ട്, അത് ഗവേഷണ വികസന സഹായം എന്ന് പറയാം. ഇത്രയും ഡീറ്റെയിൽ നിങ്ങൾ പഠിക്കേണ്ട മക്കളെ. 21 കാര്യം ആലോചിക്കുക. വിങ്, യൂണിറ്റ്, ബ്രാഞ്ച്, സ്ക്വാഡ് എന്നിവ രൂപീകരിക്കാം. വിങ്, യൂണിറ്റ്, ബ്രാഞ്ച്, സ്ക്വാഡ് എന്നിവ രൂപീകരിക്കാൻ നമ്മൾ 21 പറയാം. പിന്നെ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള യോഗ്യത, വൈദഗ്ധ്യം, അതുപോലെ പ്രത്യേക സൗകര്യങ്ങൾ സർക്കാർ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് കേരള പോലീസ് ആക്ടിലെ കുറച്ച് സെക്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. ആദ്യത്തെ ക്ലാസ്സാണ്. ഇനി വരുന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യും, നമുക്ക് ഇതിൻ്റെ ബാലൻസുമായിട്ട് പഠിക്കാം. നാളെ തന്നെ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി പഠിച്ച് പോവാം. എക്സാമിന് മുന്നേ എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്ന് ക്ലാസ് വേണമെങ്കിലോ അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്കോ മറ്റു കാര്യങ്ങളോ സ്പെഷ്യലായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിലോ ഇതിൽ തന്നെ ഏതെങ്കിലും സെക്ഷൻസ് വീണ്ടും പറയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നമുക്ക് എല്ലാ കണ്ടന്റും നിങ്ങളിലേക്ക് എത്തിക്കണം എന്നതാണ് ആഗ്രഹം. അപ്പോൾ എൻ്റെ പേര് ആരോമൽ എന്നാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് സ്മാർട്ട് ലേണിംഗ് എന്നാണ്. നമുക്ക് വരുന്നൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.